സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. ചില മനോഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന്. നമ്മളുടെ 2 പേർ എല്ലാ ദിവസവും ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കും. ഭാര്യയും ഭർത്താവും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരുടെ ജനാല വഴി നോക്കുമ്പോൾ, വിൻഡോ വഴി പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് അപ്പുറത്തെ ചേച്ചി തുണി അലക്കിയിടുന്നതാണ്. ആ തുണി അലക്കിയിടുന്ന എല്ലാ ദിവസവും ഭാര്യ ഭർത്താവിനോട് പറയും, അയ്യോ ആ ചേച്ചി തുണി അലക്കിയിരിക്കുന്നത് ഒട്ടും വെളുത്തിട്ടില്ല, എല്ലാം വൃത്തികേടായിട്ടിരിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ അലക്കുന്നത് എന്ന് ചോദിക്കും. പിറ്റേ ദിവസവും ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ കണ്ടു തുണി അലക്കിയിടുന്നത്. അന്നും പറഞ്ഞു, നിറച്ച് ചെളിയാണ്, ഇവരെന്താ അലക്കുന്നത് വൃത്തിയാവുന്നില്ലല്ലോ, ഇവർക്കെന്താണ് വാഷിംഗ് മെഷീൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റി, ആ തുണി അലക്കിയതിനെ പറ്റി കുറേ ന്യൂനതകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നോക്കിയപ്പോൾ തുണിയൊക്കെ നല്ല വെളുത്ത് നല്ല വൃത്തിയായിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഭർത്താവിനോട് അവർ പറഞ്ഞു, ഇന്ന് ആ ചേച്ചി അലക്കിയിരിക്കുന്നത് എല്ലാം വൃത്തിയായിട്ടുണ്ട്, എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ഭർത്താവ് അവളോട് പറഞ്ഞു, നോക്കൂ, നമ്മളുടെ ജനാലയിലാണ് ചെളി ഉണ്ടായിരുന്നത്, ആ ജനാലകൾ വിൻഡോയുടെ ഗ്ലാസ് മുഴുവൻ ഞാൻ തുടച്ചു. അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ അതിൽ ചെളിയില്ല എന്ന് മനസ്സിലായി. അതായത് നമ്മളുടെ ജനാലയിലാണ്, നമ്മളുടെ വിൻഡോയുടെ ഗ്ലാസ്സുകളിലാണ് ചെളി ഉണ്ടായത്. അതാണ് ആ തുണിയിൽ നിറച്ച് ചെളി കാണാനുള്ള കാരണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇതിൽ നിന്ന്? നമ്മളുടെ മനോഭാവങ്ങളെയാണ് ശരിക്കും മാറ്റേണ്ടത്. മറ്റുള്ളവരുടെ ന്യൂനതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ മാറാലകൾ എടുത്തു മാറ്റണം. നമ്മുടെ ഉള്ളിലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റത്തെ എടുത്തു മാറ്റണം. മാറാല പിടിച്ചെടുക്കുന്ന നമ്മുടെ മനസ്സാണ് ക്ലീൻ ആവേണ്ടത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ എടുക്കുന്ന സമയം വെറുതെ വേസ്റ്റാക്കരുത്. ആ സമയത്തിന് വളരെ മൂല്യമുണ്ട്, അത് തിരിച്ചറിയണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.